കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് അടുത്തതായിട്ട് നോക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് മക്ക എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ. ഏതൊക്കെയാണ്? സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ. പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിരോധ ഉടമ്പടിയാണ് മക്ക ഡിഫൻസ് എഗ്രിമെന്റ്. ആരൊക്കെയാണ് സൈൻ ചെയ്തത്? മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് മക്ക അല്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. മുസ്ലിം രാജ്യങ്ങളാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ. ഓക്കെ, അവരാണ് സൈൻ ചെയ്തത്. എന്തിനാണ്? പ്രതിരോധത്തിന് വേണ്ടിയൊക്കെയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാളില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഒരു ഉടമ്പടി സൈൻ ചെയ്യാനുള്ളൊരു കാര്യം എന്തായിരിക്കും? അടുത്തിടെ നമ്മൾ കണ്ടു അമേരിക്ക ഇറാനുമായിട്ടൊക്കെ യുദ്ധമായിരുന്നു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലൊക്കെ ബോംബ് വീണതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പോൾ സൗദി അറേബ്യ വിചാരിച്ചത് അമേരിക്ക സംരക്ഷിക്കുമെന്നാണ്. പക്ഷെ അമേരിക്ക വലുതായിട്ടൊന്നും അവരെ സംരക്ഷിച്ചൊന്നുമില്ല, പണിയായതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക അങ്ങനെ കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ആർക്ക് മനസ്സിലായി? സൗദി അറേബ്യക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ഡിഫൻസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കേ, പാകിസ്ഥാൻ ഇതിൻ്റെ പാർട്ടാണ് അല്ലേ. പാകിസ്ഥാൻ ഇതിൻ്റെ പാർട്ട് ആയതുകൊണ്ട് ഇന്ത്യ ഇത് അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രതിരോധ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ടീമിലെ ആർക്കെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഇവർ കൂടെ നിൽക്കും എന്നതാണ് തന്നെ അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ആര് സപ്പോർട്ട് ചെയ്ത് ഉറപ്പായിട്ട് കാണും? തുർക്കിയും സൗദി അറേബ്യയും സപ്പോർട്ട് ചെയ്ത് കാണും. ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ വ്യോമ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് സിസ്റ്റം അത്ര സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ എന്താണ്, ഈ വ്യോമയാന രംഗത്ത് സൗദി അറേബ്യയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പാകിസ്ഥാന് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡിഫൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇനി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യേണ്ടി വരും? ഈ വ്യോമയാന രംഗം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടി വരും. ഇനി തുർക്കി എന്താണ്? തുർക്കി നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാന് ഡ്രോണുകളൊക്കെ കൊടുത്തൊരു രാജ്യമാണ് അല്ലേ. അപ്പം അവിടെയും എന്താണ്, പാകിസ്ഥാന് കൂടുതൽ സപ്പോർട്ട് അങ്ങനെ വരും. അപ്പം ഇന്ത്യ ടോട്ടലി എന്ത് ചെയ്യേണ്ടി വരും? ഡിഫൻസ് രംഗം ശക്തിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പം മക്ക ജോയിൻറ്റ് ഡിഫൻസ് എക്സസൈസ് അല്ലെങ്കിൽ മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ. അപ്പോൾ എവിടെ വെച്ചിട്ടായിരിക്കും സൈൻ ചെയ്തത്? മക്കയിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. എവിടെ വെച്ചാണ് സൈൻ ചെയ്തത്? മക്കയിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. എന്നാണ് സൈൻ ചെയ്തത്? 2026 ഓഗസ്റ്റ് 7-നാണ് സൈൻ ചെയ്തത്. എന്നാണ്? 2026 ഓഗസ്റ്റ് 7-നാണ് നമ്മുടെ ഈ ഒരു മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ 2026 ഹർക്കർ തിരങ്ക ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ത്യൻ എംബസികളിൽ പതാക ഉയർത്തുന്ന പരിപാടിയുടെ പേര്. അപ്പം ഇന്ത്യൻ എംബസികളിൽ എന്തുയർത്താൻ പോവുകയാണ്? പതാക ഉയർത്തുകയാണ്. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഹർക്കർ തിരങ്ക ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ എംബസികളിൽ പതാക ഉയർത്തുന്നത്. ആ ഒരു പരിപാടിയുടെ പേരാണ് സൂര്യപത് തിരങ്ക. എന്താണ്? സൂര്യപത് തിരങ്ക. പഠിച്ചു വെച്ചേക്കുക. അപ്പം 2026 നമ്മുടെ ഇന്ത്യൻ എംബസികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പതാക ഉയർത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ്റെ പേരാണ് ഹർക്കർ തിരങ്ക ക്യാമ്പയിൻ. ആ ഒരു പരിപാടിയുടെ പേരാണ് സൂര്യപത് തിരങ്ക. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമ്മൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്ക് പേര് നൽകി. അതെന്താ ഇപ്പം അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം? നമ്മുടെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്നാണ് ചൈന പറയുന്നത് അല്ലേ. അപ്പോൾ ചൈന എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കടി അരുണാചൽ പ്രദേശിലെ ഓരോ സ്ഥലങ്ങൾക്ക് പേരിട്ടിട്ട് അവരുടേതാക്കി മാറ്റുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? അതിർത്തിയിലുള്ള കുറേ 27 സ്ഥലങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടേതാണ് എന്ന് കാണിക്കാൻ വേണ്ടി പേരിട്ട് നമ്മുടെ മാപ്പിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പറഞ്ഞു വെച്ചേക്കുക. അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്ക് ഇപ്പോഴാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചൊരു കറണ്ട് അഫയേഴ്സ് ആണ് അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് 101ാമത്തെ റംസാർ സൈറ്റ് അല്ലേ. 101ാമത്തെ റംസാർ സൈറ്റ് ഏതായിരുന്നു?
ഗ്ലോവ് ലേക്ക് അല്ലെങ്കിൽ ഗ്ലോവ് തടാകമായിരുന്നു അല്ലേ. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യയുടെ 101ാമത്തെ റംസാർ സൈറ്റ് ഏതാണ്? ഗ്ലോവ് തടാകമാണ്. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട 2 വൻകിട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ്? കമലയും കലായും. ഓക്കെ, കമല, കലായി സെക്കൻഡ്. ഇത് രണ്ടും നമ്മുടെ അരുണാചൽ പ്രദേശിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളാണ്. ഈ കമല ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കമല റിവറിലാണ്. അതുപോലെ കലായി സെക്കൻഡ് എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയിലാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? ഡോങ് ആണ്. ഡോങ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട അടുത്ത കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വൈൽഡ് ലൈഫ് സഫാരി എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയുടെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വൈൽഡ് ലൈഫ് സഫാരി അങ്ങനെ വരണമെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളായിരിക്കൂലേ. അപ്പോൾ എവിടെയാണ്? ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കിലാണ് ആരംഭിച്ചത്. ഇനി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രധാന വിഷയങ്ങളിൽ ഒന്നായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ AI-നെ സ്കൂൾ പാഠ്യപദ്ധതിയായിട്ട് ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കറണ്ട് അഫയേഴ്സ് എന്തായിരുന്നു? നമ്മുടെ നീതി ആയോഗിൻ്റെ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക 2026 പ്രകാരം 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചത് അല്ലേ. അപ്പോൾ പഞ്ചാബിന് അത് കൊടുക്കണ്ടേ? നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയൊക്കെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത്? പഞ്ചാബ്. നമ്മുടെ സാംസ്കാരിക രീതിയിൽ നമ്മുടെ സാക്ഷരതയൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം എന്ന് പറഞ്ഞിട്ട് കേരളം ഉൾപ്പെടുത്തിയോ? ഇല്ല. അപ്പോൾ നമുക്ക് പഞ്ചാബിന് 1ാം സ്ഥാനം കൊടുത്തേ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തൊന്ന് വെച്ചേക്കുക. AI പാഠ്യ വിഷയമായിട്ട് ഉൾപ്പെടുത്തിയത് എവിടെയാണ്? പഞ്ചാബിലാണ്. നീതി ആയോഗിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക പ്രകാരം 2026 1ാം സ്ഥാനത്ത് എത്തിയതും ആരാണ്? നമ്മുടെ പഞ്ചാബാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത നമ്മുടെ ഗ്രാമീണ കുടിയേറ്റം തടയാൻ വേണ്ടി പ്രൊജക്റ്റ് ബ്ലസ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കുടിയേറ്റം അല്ലേ. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നു കയറുകയാണ് അല്ലേ. അപ്പോൾ വന്നു കയറുന്ന ആൾക്കാരെ ഓടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒഡീഷ. ഓക്കെ, അപ്പോൾ ഗ്രാമീണ കുടിയേറ്റം തടയാൻ പ്രൊജക്റ്റ് ബ്ലസ് പദ്ധതി. അപ്പോൾ പ്രൊജക്റ്റ് ബ്ലസ് പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. കുടിയേറ്റക്കാരെ ഓടിക്കാൻ വന്ന സംസ്ഥാനം ഒഡീഷ. അങ്ങനെ ഓടിക്കുക, ഒഡീഷ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ നെയ്ത്ത് കർഷകർക്കായിട്ട് അല്ലെങ്കിൽ നെയ്ത്തുകാർക്കായിട്ട് ചീഫ് മിനിസ്റ്റർ യാൺ ബാങ്ക് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ചീഫ് മിനിസ്റ്റർ യാൺ അല്ലെങ്കിൽ നൂൽ ബാങ്ക് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. എവിടെയാണ്? നാഗാലാൻഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഇന്ത്യയുടെ സമുദ്ര ഗതാഗതവും അതിൻ്റെ ഭരണവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എന്താണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സേവനങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്ര ഗതാഗത ഭരണത്തെയും സേവനത്തെയും ഡിജിറ്റൽ വൽക്കരിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൊണ്ടുവന്ന പ്ലാറ്റ്ഫോം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ സമുദ്ര. അപ്പം ഈ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഡിജിറ്റലൈസേഷൻ ആണ് അല്ലേ. അപ്പം എന്താണ്? ഇന്ത്യയിലെ സമുദ്ര ഗതാഗത ഭരണവും സേവനങ്ങളെയൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ പ്ലാറ്റ്ഫോമാണ് ഏതെന്ന് പറയുന്നത്? ഈ സമുദ്ര. ഏതാണ്? ഈ സമുദ്ര. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ കേരളത്തിൻ്റെ 14.5% പ്രദേശം പ്രളയ സാധ്യതാ മേഖലയാണ് എന്ന് പറഞ്ഞേക്കുന്നത്. ആകെ നമ്മുടെ കേരളം ആകെ ഇത്തിരിയേ ഉള്ളൂ അല്ലേ. ആ കേരളത്തിൻ്റെ 14.5% പ്രദേശം എന്താണ്? പ്രളയ സാധ്യതാ മേഖലയാണ് എന്ന് റിപ്പോർട്ട് വന്നു. ഇവർ ഈ റിപ്പോർട്ട് പറഞ്ഞിട്ട് വേണോ നമുക്കറിയാൻ? നമ്മളെല്ലാം ന്യൂസ് കാണുന്നുണ്ടല്ലേ. കേരളത്തിൻ്റെ മെജോറിറ്റി ഭാഗവും ഒരു മഴയിൽ തന്നെ മുങ്ങിയായിരുന്നു. അപ്പോൾ അറിഞ്ഞു വെച്ചേക്കുക, കേരളത്തിൻ്റെ 14.5% ഭാഗം എന്താണ്? പ്രളയ സാധ്യതാ മേഖലയാണ്.
അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് ജി കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് കേരളവും ഇന്ത്യയും പഠിക്കണം. ഓക്കെ, ഇതിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നിങ്ങൾക്ക് ലക്ഷ്മികാന്തി കിട്ടും. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിലെല്ലാം ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഏരിയയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും നമ്മുടെ ദേശീയ തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയുള്ള കണ്ടൻസ് ഉണ്ടാവും. അത് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതും കൂടി എടുത്തു വെച്ചൊന്ന് പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ അമേരിക്കയിലെ ടെക്സസ് മിസോറി സിറ്റിയും നമ്മുടെ തിരുവനന്തപുരം നഗരവും തമ്മിൽ സഹോദര നഗര ബന്ധം സ്ഥാപിക്കുകയാണ്. ഓക്കെ, അപ്പം ചോദ്യം ഇങ്ങനെയായിരിക്കും ചിലപ്പം വരുന്നത്, നമ്മുടെ കേരളത്തിലെ ഏത് സിറ്റിയാണ് അമേരിക്കയിലെ ടെക്സസ് മിസോറി സിറ്റിയുമായി സഹോദര ബന്ധം സ്ഥാപിക്കുന്നത്? ഏതാണ്? തിരുവനന്തപുരം സിറ്റിയാണ്. അറിഞ്ഞു വെച്ചേക്കുക. അപ്പം ടിൻ സിറ്റി ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? തിരുവനന്തപുരവും നമ്മുടെ ടെക്സസ് മിസോറിയാണ്. അറിഞ്ഞു വെച്ചേക്കുക. ഇനി നമ്മുടെ ഓഗസ്റ്റ് 10, 2026 സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് മാറ്റാനുള്ള ബില്ല് ആര് പാസ്സാക്കി? ലോകസഭ പാസ്സാക്കി. അറിഞ്ഞു വെച്ചേക്കുക. ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് ആണ് ഓഗസ്റ്റ് 10, 2026. ഓക്കെ, അപ്പം കേരളം എന്ന് പറയുന്ന പേര് കേരളം എന്ന് പറയുന്ന പേരാക്കി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ല് ലോകസഭ പാസ്സാക്കി എന്നാണ് ഓഗസ്റ്റ് 10, 2026. ക്ലിയർ ആണല്ലോ? ഇത് ബില്ലായിട്ട് തന്നെ ഇരിക്കുകയാണ്. നിയമമായതിനു ശേഷം ഇത് ഫുള്ള് നമുക്ക് ഒരുമിച്ചെടുത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോ റേറ്റ് ഇപ്പം ന്യൂസിൽ വന്നിട്ടുണ്ട്. എത്രയാണ്? 5.25 ആണ് നമ്മുടെ ഇന്ത്യയുടെ റിപ്പോ റേറ്റ്. നമ്മുടെ RBIയുടെ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25. അപ്പം ഇത് പഠിക്കുമ്പം ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു വെച്ചേക്കണം? ബാങ്ക് റേറ്റും നമ്മുടെ റിവേഴ്സ് റിപ്പവും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബാങ്ക് റേറ്റ് എത്രയാണ്? 5.50 ആണ്. അപ്പം നമ്മുടെ RBIയുടെ റേറ്റുകളാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25 ആണ്. ബാങ്ക് റേറ്റ് 5.50 ആണ്. ഇനി റിവേഴ്സ് റിപ്പോ എത്രയാണ്? റിവേഴ്സ് റിപ്പോ എപ്പോഴും നമ്മുടെ ഈ ഒരു റിപ്പോ റേറ്റിൻ്റെ ഏകദേശം പകുതി അടുപ്പിച്ചായിരിക്കും. ഓക്കെ, എന്നാൽ അറിഞ്ഞു വെച്ചേക്കുക. 3.35 ആയിരിക്കും. പകുതിയിൽ ഒരിത്തിരി കൂടുതലാണ്, എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ഒരിക്കലും വരില്ല. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. റിവേഴ്സ് റിപ്പോ എത്രയാണ്? 3.35 ആണ്. ഇനി നമ്മുടെ CRRും SLR ഇമ്പോർട്ടൻ്റ് ആണ്. CRR എത്രയാണ്? 3% ആണ്. SLR 18%. അപ്പോൾ നമ്മുടെ RBIയുടെ റിപ്പോ റേറ്റുകളും അതുപോലെ ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ, SLR, CLR ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. RBIയുടെ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25 ആണ്. ഏതാണ്? റിവേഴ്സ് റിപ്പോ 3.35. 5.25 റിപ്പോ റേറ്റ്, 3.35 റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇനി ബാങ്ക് റേറ്റ് എത്രയാണ്? 5.50 ആണ്. CLR 3%, SLR 18% ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരെ. നമ്മൾ കുറച്ച് മുന്നേ ഒരു കറണ്ട് അഫയേഴ്സ് പഠിച്ചില്ലായിരുന്നോ? 16ാമത്തെ ധനകാര്യ കമ്മീഷൻ നമ്മുടെ ഇടിമിന്നലിനെയും ഉഷ്ണതരംഗത്തെയും എന്താണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്തു കൊടുത്തു. എന്താണ്? ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആരാണ് നമ്മുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ? ആരാണ്? അരവിന്ദ് പനഗരിയ. ഓക്കെ, ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് എന്താണ് അപ്പോയിൻമെൻറ്റ്സ് കൂടെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഹർജിത്ത് സിംഗ് ഗ്രവാൾ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്, ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഹർജിത്ത് സിംഗ് ഗ്രവാൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ അടുത്തിടെ മാറിയായിരുന്നു. ആരാണ്? ശേഷാദ്രിനാഥനാണ്. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ പല ആൾക്കാരെയും ശേഷക്രിയ ചെയ്തായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ശേഷാദ്രിനാഥനാണ്. ഓക്കെ, ഇനി കേരള ഇലക്ഷൻ CEO ആരാണ്? കൗശികനാണ്. കേരളത്തിൻ്റെ ഇലക്ഷൻ CEO ആരാന്ന് ചോദിച്ചാൽ കൗശികനാണ്. അറിഞ്ഞു വെച്ചേക്കുക. ദേശീയ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമ്മുടെ ജ്ഞാനേഷ് കുമാർ ആണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഏകദേശം അപ്പോയിൻമെൻറ്റ്സിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഇത് ഒരു സെപ്പറേറ്റ് നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കുക. എപ്പോഴെങ്കിലും മാറുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ വെട്ടിട്ടിട്ട് ആ ഒരു ഭാഗത്ത് മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മളിപ്പം പഠിച്ചത്. ഇതെല്ലാം ഒന്ന് എഴുതി സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എഴുതി വെക്കുക. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഓബിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട അടുത്തിടെ അന്തരിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് MB പരമേശ്വരൻ. ആരാണ് MB പരമേശ്വരൻ? നമ്മുടെ ഇന്ത്യയുടെ ആണവോർജ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആണവ ശാസ്ത്രജ്ഞനാണ് MB പരമേശ്വരൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞനായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ EMSൻ്റെ ശുപാർശ പ്രകാരം ചിന്താവാരികയുടെ പത്രാധിപനായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ പൊതുവെ ഇങ്ങനെ വാരികയുടെ പത്രാധിപരായിട്ടൊന്നും അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ പരമേശ്വരൻ ഒരു പ്രത്യേകതയുണ്ട്. ചിന്താവാരികയുടെ പത്രാധിപനായിരുന്നു. ആരുടെ ശുപാർശ പ്രകാരമാണ്? EMSൻ്റെ ശുപാർശ പ്രകാരമാണ് കേട്ടോ. അടുത്ത നമ്മുടെ എന്താണ്? നമ്മുടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിൻ്റെയും സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മുടെ ഡോക്ടർ MB പരമേശ്വരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞനായിരുന്ന വ്യക്തിയാണ് ആര്? MB പരമേശ്വരൻ. അതുപോലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞനായിരുന്നു. EMSൻ്റെ നിർദ്ദേശപ്രകാരം ചിന്താവാരികയുടെ പത്രാധിപനായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? MB പരമേശ്വരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിൻ്റെയും സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? MB പരമേശ്വരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ സൈലന്റ് വാലി സംരക്ഷണം പോലെയുള്ള പരിസ്ഥിതി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടും ആര് വന്നിട്ടുണ്ട്? നമ്മുടെ MB പരമേശ്വരൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈലന്റ് വാലി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പരിസ്ഥിതി പ്രക്ഷോഭത്തെ കൂടെ റിലേറ്റ് ചെയ്തൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഏത് വർഷമാണ് നടന്നത്? ആരായിരുന്നു നേതാക്കൾ? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇതിന് നേതൃത്വം കൊടുത്ത ലീഡേഴ്സ് ആരാണ്? എവിടെയാണ് നടന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ നമുക്കൊന്ന് നോക്കാം. ബാലസാഹിത്യ പുരസ്കാരം, നിങ്ങളത് നോക്കേ, ആണവ ശാസ്ത്രജ്ഞനാണ്. കിട്ടിയത് എന്തുവാണ്? ബാലസാഹിത്യ പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, ചെറുകാട് അവാർഡ്, ഇതെല്ലാം എന്തുവാടാ? സാഹിത്യ പുരസ്കാരങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്കാരൻ ഒരു ആണവ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, ഒരു നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ് അല്ലേ. അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മളിവിടെ പറഞ്ഞു ചിന്താവാരികയുടെ പത്രാധിപനായിരുന്നു. അപ്പോൾ എഴുതാൻ അറിയുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാഹിത്യ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചിട്ട് ബാലസാഹിത്യ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചെറുകാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് തന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതിൽ ചെറുകാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ശാസ്ത്രജ്ഞനല്ലേ, കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ ആദ്യം വെട്ടിക്കളയുന്ന ഓപ്ഷൻ ഏതായിരിക്കും? ഈ പുരസ്കാരങ്ങളായിരിക്കും അല്ലേ. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ MB പരമേശ്വരന് സാഹിത്യ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ബാലസാഹിത്യ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചെറുകാട് അവാർഡ്. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ പ്രഥമ കേരളശ്രീ പുരസ്കാരം കിട്ടിയ ശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ MB പരമേശ്വരൻ. പ്രഥമ കേരളശ്രീ പുരസ്കാരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? MB പരമേശ്വരന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇദ്ദേഹം നിരസിച്ച 2 പുരസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 2 തവണ പത്മ പുരസ്കാരം, 2 തവണ പത്മ പുരസ്കാരവും അതുപോലെ 1 തവണ മാക്സസെ അവാർഡും ഇദ്ദേഹം നിരസിച്ചു. അപ്പം 2 തവണ പത്മ പുരസ്കാരവും നിരസിച്ചു, 1 തവണ മാക്സസെ പുരസ്കാരം ആര് നിരസിച്ചു? നമ്മുടെ MB പരമേശ്വരൻ നിരസിച്ചു. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? നോക്കി വെച്ചേക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു ആണവ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, സാഹിത്യകാരനും കൂടിയാണ് എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു പോയിന്റ് വന്നാൽ മിക്കവാറും എല്ലാവർക്കും ഡൗട്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സ്കീംസ് ആണ്. സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പട്ടികജാതി ഗ്രാമങ്ങളുടെ
സമഗ്ര അടിസ്ഥാന വികസനത്തിനായി സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? പട്ടികജാതിക്കാർക്കാണ്. നോക്കി വെച്ചേക്കുക, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനായിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. ഓക്കെ, എന്താണ്? പഞ്ചമി ഗ്രാമം. അപ്പം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രൈബൽ ഡാൻസ് കിട്ടിയത് എന്താണ്? നമ്മുടെ പട്ടികവർഗ മന്ത്രാലയത്തിൻ്റെയും കേരള കലാമണ്ഡലത്തിൻ്റെയും സഹകരണത്തോടു കൂടിയുള്ള ഒരു സ്ഥാപനത്തിനാണ്. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് കിർത്താഡ്. എന്താണ്? കിർത്താഡ്സ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രൈബൽ ഡാൻസ് കേന്ദ്ര പട്ടികവർഗ മന്ത്രാലയത്തിൻ്റെയും കേരള കലാമണ്ഡലത്തിൻ്റെയും സഹകരണത്തോടെയാണ് ആരംഭിച്ചത്. ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് എന്താണ്? കിർത്താഡാണ്. ഓക്കെ, അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനമാണ് കിർത്താഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ന് അറിഞ്ഞു വെച്ചേക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, എന്നതാണ് കിർത്താഡ്സിൻ്റെ പൂർണ്ണ രൂപം. അപ്പം കിർത്താഡ്സ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി നമ്മുടെ അടുത്തിടെ പുറത്തിറക്കിയ PM അജയ് എന്ന് പറയുന്ന പോർട്ടലും അജയ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പും ആർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്? പട്ടികജാതിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. PM അജയ്. PM അജയ് എന്ന് പറയുമ്പോൾ തന്നെ അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടയാണ് എന്ന് മനസ്സിലാവും അല്ലേ? PM എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എല്ലാം പ്രധാനമന്ത്രി അങ്ങനെ ആയിരിക്കും. അപ്പം പ്രധാനമന്ത്രി അജയ്, PM അജയ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പട്ടികജാതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഐശ്വര്യഗ്രാമം. എന്താണ്? ഐശ്വര്യഗ്രാമം. നമ്മൾ കുറച്ച് മുന്നേ പഞ്ചമി ഗ്രാമം പഠിച്ചില്ലേ? എന്തായിരുന്നു പഞ്ചമി ഗ്രാമം? അത് നമ്മുടെ പട്ടികജാതി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി, ഇവിടെ ഗ്രാമമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പട്ടികജാതി ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. നമ്മളിപ്പം പറഞ്ഞ എന്താണ്? ഐശ്വര്യഗ്രാമം. ഇതെന്താണ്? നമ്മുടെ പട്ടികജാതി നഗറുകളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പട്ടികജാതി നഗരമാണെങ്കിൽ ഐശ്വര്യഗ്രാമം, പട്ടികജാതി ഗ്രാമമാണെങ്കിൽ പഞ്ചമി ഗ്രാമം. ഓക്കെ, ഇനി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര ഉന്നതി. എന്താണ്? അക്ഷര ഉന്നതി. ഈ ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്ക് വെച്ച് നമ്മുടെ കേളു മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് ഈ ഉന്നതി എന്ന് പറയുന്ന ടേം. ഓക്കെ, ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത്രയും നാളും കോളനി എന്നൊക്കെ പറഞ്ഞിരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ കോളനി എന്നിനി അവർ പറയരുത്, പകരം ഉന്നതി എന്ന് പറയണമെന്ന് കൊണ്ടുവന്നായിരുന്നു. അതാണ് ഉന്നതി. ഓക്കെ, അതായത് പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്ന് നമ്മൾ പറയുന്നതിന് പകരം ഉന്നതികൾ എന്ന് പറയണം. ഓക്കെ അല്ലേ? അപ്പോൾ അക്ഷരോന്നതി എന്താണ്? വായനാശീലം വളർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ആരാ കൊണ്ടുവന്നത്? തദ്ദേശ ഭരണ വകുപ്പാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ് ലഹരി കേസുകളിൽ ആവർത്തിച്ച് ഉൾപ്പെടുന്നവരെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ദേശീയ ഡേറ്റാബേസ് തയ്യാറാക്കി. അതിൻ്റെ പേരാണ് നിഡാൻ. എന്താണ് നിഡാൻ? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആവർത്തിച്ച് ലഹരി ഉപയോഗിച്ച് കേസുകളിലൊക്കെ പെടുന്ന ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി കൊണ്ടുവന്ന ഡേറ്റാബേസ് ആണ് നിഡാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് പദ്ധതികളും കൂടെ ഒന്ന് നോക്കാം. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ അല്ലേ? ഓപ്പറേഷൻ തൂഫാനാണ് കേരളത്തിലെ ലഹരി മാഫിയയെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്ന ഓപ്പറേഷൻ. എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ. ഇനി ലഹരി മുക്ത ക്യാമ്പസുകൾക്കായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബോധപൂർണിമ. അപ്പോൾ എന്താണ്? ലഹരി മുക്തമായിട്ട് നല്ല ബോധത്തോടെയൊക്കെ നടക്കാൻ വേണ്ടി നമ്മുടെ ക്യാമ്പസുകളിൽ, ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ബോധപൂർണിമ. പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ് നേർവഴിയും വിമുക്തിയും. എപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് പദ്ധതികളാണ് നേർവഴിയും വിമുക്തിയും. തിരിഞ്ഞു പോകാതെ പഠിച്ചേക്കണം. ലഹരി ഉപയോഗം തടയാൻ സ്കൂളുകളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. എന്താണ്?
ലഹരി ഉപയോഗം തടയാൻ സ്കൂളിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. ഇനി സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? വിമുക്തി. അപ്പൊ വിമുക്തി നമ്മുടെ കേരളം മൊത്തത്തിലാണ്. നേർവഴി ആർക്കാണ്? സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സമഗ്ര വിദ്യാർത്ഥി രക്ഷകർത്താവ് അധ്യാപക ശാക്തീകരണ പദ്ധതിയാണ് ഏത്? കൂടെയുണ്ട് കരുത്തേകാൻ. ഈ ലഹരിയിൽ നിന്ന് കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി 2ാം വർഷ നമ്മുടെ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സമഗ്ര വിദ്യാർത്ഥി രക്ഷകർത്താവ് ശാക്തീകരണ പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സംസ്ഥാന കായിക വകുപ്പ് കൊണ്ടുവന്ന ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ പേരാണ് കിക്ക്. എന്താണ്? കിക്ക് ആരാ കൊണ്ടുവന്നത്? നമ്മുടെ കായിക വകുപ്പാണ് കൊണ്ടുവന്നത്. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ന്യൂസാണ് നമ്മുടെ VBG-RAMG പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയ ജില്ലയായിട്ട് നമ്മുടെ കൊല്ലം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ VBG-RAMG പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയത് നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. ഏറ്റവും കുറവാണെങ്കിൽ മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ VBG-RAMG പദ്ധതി പ്രകാരം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയത് കൊല്ലമാണ്, ഏറ്റവും കുറവ് മലപ്പുറമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ VBG-RAMG പദ്ധതി എന്ന് പറയുന്നത്? നമ്മുടെ MG നരേഗയ്ക്ക് പകരമായിട്ട് വന്നതാണ് അല്ലേ? MG നരേഗയ്ക്ക് പകരമായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് VBG-RAMG പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ്, നോക്കി വെച്ചേക്കുക. കാരണം ഇതിൽ നിന്ന് ചോദ്യം ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ജോലി എന്ന് പറയുന്ന സിലബസിൻ്റെ പാർട്ടായിട്ട് എന്താണ് GK ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഓക്കെ, പറഞ്ഞു വെച്ചേക്കുക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് VBG-RAMG പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള പേര്. ഓക്കെ, ഈ ബില്ല് ഏത് വർഷം വന്നത്? 2025 വന്നത്. ഒരു ഗ്രാമീണ കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷം 125 ദിവസത്തെ വേതനത്തോടു കൂടിയുള്ള ജോലി, അതാണ് നമ്മുടെ ഈ ഒരു പദ്ധതി നൽകുന്നത്. അപ്പോൾ എത്ര ദിവസമാണ്? 125 ദിവസമാണ്. നമ്മുടെ MG നരേഗയിൽ എത്ര ദിവസമായിരുന്നു? 100 ദിവസമായിരുന്നു. ഓക്കെ, ഇവിടെ എത്രയാണ്? 125 ദിവസമാണ് ജോലി നൽകുന്നത്. ഇനി നമ്മുടെ ബില്ലിന് കീഴിലുള്ള തൊഴിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത ഗ്രാമങ്ങളിൽ മാത്രമേ ലഭ്യമാകൂ. അതൊരു പ്രത്യേകതയാണ്. എന്താണ്? നമ്മുടെ MG നരേഗയായിരുന്നെങ്കിൽ ഓൾ ഇന്ത്യയിൽ എവിടെ വേണേലും കിട്ടും. പക്ഷെ VBG-RAMG പദ്ധതി എന്താണ്? കേന്ദ്ര സർക്കാർ പറയും ഇന്ന ഗ്രാമത്തിന് കൊടുക്കാം, ആ ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? VBG-RAMG പദ്ധതി പ്രകാരം തൊഴിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇത് ഏത് പദ്ധതിയുമായിട്ട് സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയായിട്ട് സംയോജിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങൾക്കും ചെലവ് പങ്കിടൽ രീതി 60:40 ഓക്കെ, അപ്പം ഇത്തവണ നമ്മുടെ ഈ VBG-RAMG പദ്ധതി പ്രകാരം ചെലവ് കൂടുതൽ ആരാ വഹിക്കേണ്ടത്? നമ്മുടെ സംസ്ഥാനങ്ങളാണ്. 60% എമൗണ്ട് ആര് കൊടുക്കണം? അത് നമ്മുടെ സംസ്ഥാനം കൊടുക്കണം. 40% ആര് കൊടുക്കും? കേന്ദ്ര സർക്കാർ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ എത്രയാണ് റേഷ്യോ? 60:40 റേഷ്യോ. എന്നാൽ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 90:10 ചെലവ് പങ്കിടൽ റേഷ്യോ. എത്രയാണ്? 90:10. അപ്പം 90% ആര് ചെയ്യും? നമ്മുടെ കേന്ദ്രം ഇവിടെ ചെയ്തോളും. ഓക്കെ, 10% മാത്രം ഇവർ കൊടുത്താൽ മതി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 19:10 റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇതൊരു ബജറ്റ് അധിഷ്ഠിത പദ്ധതിയാണ്. എന്താ കാരണം? നമുക്ക് കേന്ദ്ര സർക്കാരിന് എത്ര ബജറ്റ് ചിലവാക്കാൻ പറ്റുമോ അതനുസരിച്ചായിരിക്കും തൊഴിൽ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ തൊഴിൽ ആവശ്യപ്പെട്ട് 15 ദിവസത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾ തൊഴിൽ നൽകിയിരിക്കണം. നൽകിയില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതമാകും കേട്ടോ. അപ്പോൾ എന്താണ്? 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ കൊടുക്കണം. എത്ര ദിവസമാണ് പറഞ്ഞേക്കുന്നത്? സമയപരിധി 15 ദിവസമാണ്. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടും. ആര് കൊടുക്കണം? അത് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ
അടുത്ത നമ്മുടെ സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഗുണ്ടകളെയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ ദേഹത്ത് മൊത്തം എണ്ണയൊക്കെ തേച്ച് വെക്കും അല്ലേ, പോലീസുകാരൊക്കെ പിടിക്കാൻ വരുമ്പോൾ തെന്നിപ്പോണം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ആ ഗ്രിപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവർ എണ്ണ തേക്കുന്നത്. അപ്പോൾ എന്താണ്, സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഇങ്ങനെ പല വാഹനങ്ങളും പിടിച്ചിടും അല്ലേ, മിക്ക സ്ഥലങ്ങളിലും പോലീസ് വാഹനം പിടിച്ചിട്ട് കൊണ്ടുവന്ന ലോറിയിലൊക്കെ മരങ്ങളൊക്കെ കിളിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടിട്ട് സ്ഥലം മൊത്തവും പോവില്ലേ. അപ്പോൾ ആ വാഹനങ്ങളെയൊക്കെ നീക്കുന്നതിനായിട്ട് ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്പേസ്. കുറച്ച് സ്പേസ് വേണം, അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സ്പേസ് പദ്ധതി. ഓക്കെ, ഇനി നമ്മുടെ കാർഷിക ജൈവ മാലിന്യങ്ങളിൽ നിന്നും ചാണകത്തിൽ നിന്നും കംപ്രസ്ഡ് ബയോഗ്യാസും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഗോബർദ്ധൻ. ആ പേരിൽ തന്നെയുണ്ട്, ഗോ എന്ന് പറഞ്ഞാൽ പശു അല്ലേ, പശുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചാണകത്തെ കണക്ട് ചെയ്തെടുക്കാം. ചാണകത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, കംപ്രസ്ഡ് ബയോഗ്യാസും ജൈവവളവും ഒക്കെ ഉണ്ടാക്കും അല്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ കാർഷിക ജൈവ മാലിന്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചാണകത്തിൽ നിന്ന് കംപ്രസ്ഡ് ബയോഗ്യാസും ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഗോബർദ്ധൻ. എന്താണ്, ഗാൽവനൈസിങ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സ് ധൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഓക്കെ, ഇനി പെൺകുട്ടികൾക്കിടയിൽ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതുപോലെ ശൈശവ വിവാഹം തടയുന്നതിനുമായിട്ട് നമ്മുടെ അസം സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി നിജുദ് മൊയ്ന. എന്താണ്, മുഖ്യമന്ത്രി നിജുദ് മൊയ്ന. പെൺകുട്ടികൾക്കിടയിൽ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ ശൈശവ വിവാഹം തടയാൻ വേണ്ടിയും ആര് കൊണ്ടുവന്നെയാണ്, അസം സർക്കാർ കൊണ്ടുവന്നതാണ് മുഖ്യമന്ത്രി നിജുദ് മൊയ്ന. മൊയ്ന എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ പേരാന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതേപോലെ തന്നെ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അസം സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നിജുദ് ബാബു പദ്ധതി. അപ്പോൾ ബാബു എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം നിജുദ് ബാബു ആൺകുട്ടികൾക്കുള്ളതാണ്, നിജുദ് മൊയ്ന പെൺകുട്ടികൾക്കുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ WHO ദക്ഷിണേഷ്യൻ മേഖലയിലെ പബ്ലിക് ഹെൽത്ത് ചാമ്പ്യൻസ് പുരസ്കാരം ആർക്കാണ് കിട്ടിയത്, സുരേഷ് കുമാറിനാണ് കിട്ടിയത്. ആർക്കാണ്, സുരേഷ് കുമാറിനാണ് കിട്ടിയത്. അപ്പം നമ്മുടെ WHO പറ്റുമോയെന്ന് അറിഞ്ഞു വെച്ചേക്കുക. WHO ഇപ്പോഴത്തെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്, ടെഡ്രോസ് അദാനം. ആരാണ്, ടെഡ്രോസ് അദാനം. എന്നാണ് നമ്മുടെ WHO രൂപീകരിച്ചത്, നമ്മുടെ ഏപ്രിൽ 7, 1948 7-8 കണക്ട് ചെയ്ത് വെച്ചേക്കുക. 1948 ഏപ്രിൽ 7 ഈ ഏപ്രിൽ 7 നമ്മുടെ ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ WHO ആസ്ഥാനം എവിടെയാണ്, ജനീവ സ്വിറ്റ്സർലൻഡ്. എവിടെയാണ്, ജനീവ സ്വിറ്റ്സർലൻഡ്. പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്ത നമ്മുടെ ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് നൽകുന്ന ഡിറാക്ക് മെഡലിന് 2026 അർഹനായത് ആരാണ്, ദീപക് ദർ ആണ്. ആരാണ്, ദീപക് ദർ. എന്താണ്, ഡിറാക്ക് മെഡൽ എന്തിനു കൊടുക്കുന്നതാണ്, തിയററ്റിക്കൽ ഫിസിക്സിന് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ് ഡിറാക്ക് മെഡൽ. ഓക്കെ, ഈ ഡിറാക്ക് മെഡൽ 2026 കിട്ടിയത് ആർക്കാണ്, ദീപക് ദറിനാണ്. നമ്മുടെ 2022 ഭൗതിക ശാസ്ത്രത്തിലെ ഉന്നത പുരസ്കാരമായിട്ടുള്ള ബോൾട്സ്മാൻ മെഡലും ആർക്ക് കിട്ടിയിട്ടുണ്ട്, ദീപക് ദറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2026 എന്ത് കിട്ടി, ഡിറാക്ക് മെഡൽ കിട്ടി. 2026 ഫിസിക്സിനുള്ള ഡിറാക്ക് മെഡൽ കിട്ടി. 2022 എന്ത് കിട്ടി, ബോൾട്സ്മാൻ മെഡൽ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ബോൾട്സ്മാൻ മെഡൽ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്, ദീപക് ദർ. ആരാണ്, ഈ ഒരു ബോൾട്സ്മാൻ മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ദീപക് ദർ. അതുപോലെ 2023 ഇദ്ദേഹത്തിന് എന്ത് കിട്ടി, പത്മഭൂഷൺ ലഭിച്ചു. എന്താണ്, പത്മഭൂഷണം ലഭിച്ചു. പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് പഠിക്കുന്നത്. ഡേയ്സ് മാത്രമേ ഉള്ളൂ, തീംസ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ ഓഗസ്റ്റ്
12-ന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓഗസ്റ്റ് 12-ന്റെ പ്രത്യേകത ലോക ആന ദിനമാണ്. എന്നാണ്? ലോക ആന ദിനം ഓഗസ്റ്റ് 12 ഓക്കെ. ഇനി ഓഗസ്റ്റ് 10-ന്റെ പ്രത്യേകത എന്തായിരുന്നു? ലോക സിംഹ ദിനമാണ്. ഈ വൈൽഡ് ലൈഫ് ആയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ആന ദിനം എന്നാണ് 12, സിംഹദിനം എന്നാണ് 10 ഓക്കെ. ഇനി ഓഗസ്റ്റ് 9-ന്റെ പ്രത്യേകത എന്താണ്? ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. തദ്ദേശീയ ജനതയ്ക്കായിട്ടുള്ള അന്തർദേശീയ ദിനം അല്ലെങ്കിൽ എന്താണ്? ആദിവാസി ദിനമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ താഴെ ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.